ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നാച്ചുറൽ വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൃഷിക്ക് ആവശ്യമായ ഗ്രോ ബാഗ് എങ്ങനെ നിറയ്ക്കുക എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ വളങ്ങൾ യൂസ് ചെയ്യണം, എങ്ങനെ നിറയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിലൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ എൻ്റെ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഗ്രോ ബാഗ് 20 സെൻറ്റിമീറ്ററിൻ്റെ ഗ്രോ ബാഗാണ് കേട്ടോ. ഇത് മാർക്കറ്റിൽ 10 രൂപയാണ് വില. ഇത് നമുക്കൊരു 3-4 തവണ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഗ്രോ ബാഗ് എടുത്തിട്ട് എങ്ങനെ ഇതിൽ നിറയ്ക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഗ്രോ ബാഗ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തൊന്ന് ഷേപ്പ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കാൻ പാകത്തിന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ആദ്യം നിറയ്ക്കാൻ പോകുന്നത് കുറച്ച് ചരളാണ്. ചരളെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്ക് മണ്ണ് ട്രീറ്റ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുത്ത കുറച്ച് കുഞ്ഞു കുഞ്ഞു കല്ലുകളാണ് കേട്ടോ. ഇതിനാണ് നമ്മൾ ആദ്യമായിട്ട് അകത്തേക്ക് ഇടുന്നത്. നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കല്ലിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. കാരണം നമ്മൾ ഒഴിക്കുന്ന വെള്ളമായാലും, അതായത് മഴക്കാലമായാലും, നമ്മുടെ വെള്ളം അടിയിൽ ഗ്രോ ബാഗിൽ കെട്ടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലെയറിനുള്ള കുഞ്ഞു കുഞ്ഞു കല്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമുക്കിതിലേക്ക് നിറയ്ക്കാനുള്ള കുറച്ച് കരിയിലയാണ്. കരിയില ഞാൻ കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ട കരിയിലാണ് കേട്ടോ. അത് കുറേയൊക്കെ നന്നായിട്ടൊന്ന് ചെത്ത് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് റബ്ബർ കരിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മാക്സിമം നമ്മൾ റബ്ബർ കരിയിലൊന്നും യൂസ് ചെയ്യാതെ അല്ലാത്ത മാവിൻ്റെയും പ്ലാവിൻ്റെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് 1-2 റബ്ബർ കരിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കരിയില കൂടെ വന്നിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇട്ട ഈ കരിയില നമ്മുടെ ഗ്രോ ബാഗിനകത്ത് കിടന്നതിന് കമ്പോസ്റ്റ് ആയിക്കോളും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാഴത്തട കൂടി യൂസ് ചെയ്യുന്നത്. വാഴത്തട ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ നമ്മളിടുന്നത്. ഈ വാഴത്തട ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും വാഴത്തടയുടെ ഈർപ്പവും കൂടെ കൊണ്ട് നമ്മുടെ കരിയിലകളും പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിക്കോളും. അപ്പോൾ ഈ വാഴത്തട പെട്ടെന്ന് അഴുകി മണ്ണിനോട് ചേരുന്നൊരു സംഭവമാണ്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്ന ട്രീറ്റ് ചെയ്ത മണ്ണാണ് കേട്ടോ. ഇത് ഞാനിതിൻ്റെ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. മണ്ണ് എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാമെന്ന്, ഇതിൽ എന്തൊക്കെ വളം യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണാണ് നമ്മളിതിലേക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 ഭാഗത്തോളമാണ് നമുക്ക് മണ്ണ് ആവശ്യം ആദ്യമായിട്ട് ഇടുമ്പോഴത്തേക്കും. ഇപ്പം നമുക്ക് 1/4 ഭാഗത്തോളം ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊരു വളം കൂടി കൊടുക്കണം. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിനുള്ളൊരു വളം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതുകൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള വളം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്ന കുറച്ച് ചകിരിച്ചോറാണ് കേട്ടോ. ചകിരിച്ചോറ് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ആവശ്യം കുറച്ച് ചാരമാണ്. ചാരം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ചാമ്പൽ എന്നാണ് പറയുന്നത്, അതായത് നമ്മുടെ വിറകൊക്കെ കത്തിക്കുന്നതിൻ്റെ ചാരം. ആവശ്യത്തിന് ചാരം നമ്മുടെ ചകിരിച്ചോറിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ വേപ്പും പിണ്ണാക്കാണ്. നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരേ സമയത്ത് കീടനാശിനിയായിട്ട് ഒരേ സമയത്ത് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഈ അടിവളമായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ഇടുമ്പോഴത്തേക്കും ചെടികളിൽ വേരിൽ ബാധിക്കുന്ന പലതരം കീടാണുക്കളെയും അതേസമയം തന്നെ നമ്മുടെ മണ്ണിലൂടെ പലതരം പോഷക ഘടകങ്ങളെയും നമ്മുടെ ചെടികൾക്ക് കിട്ടും കേട്ടോ. അടുത്ത് ഞാൻ ഉപയോഗിക്കുന്ന എല്ലുപൊടിയാണ് കേട്ടോ. എല്ലുപൊടി ചേർക്കുമ്പോഴുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ തുടക്കകാലത്ത് വളർച്ചയെ നല്ല രീതിയിൽ അത് സ്വാധീനിക്കും. അതേസമയം തന്നെ അടിവളമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് എല്ലുപൊടി. അങ്ങനെ നമ്മുടെ 4 ഐറ്റം നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ മിക്സ് ചെയ്ത് അടിപൊളി ഒരു അടിവളമാക്കി എടുക്കാൻ പോവുകയാണ്. കാരണം ഇതിൽ ചകിരിച്ചോറുണ്ട്, എല്ലുപൊടിയുണ്ട്, വേപ്പും പിണ്ണാക്കുണ്ട്, അതേസമയം നമ്മുടെ ചാരമുണ്ട്. ഇത് നല്ലൊരു വളമാണ് കേട്ടോ. ഇത് 4ഉം കൂടി ചേരുമ്പോഴത്തേക്ക് ഇതാണ് നമ്മളിനി അടുത്ത് മണ്ണിൽ ചെടി നടുന്നതിന് മുന്നേയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴേ നമ്മുടെ ഗ്രോ ബാഗിലേക്ക് ആവശ്യമായ അടിവെള്ളം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് ഇതൊന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി കുറച്ച് വെള്ളം നമ്മുടെ മണ്ണിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മണ്ണും കൂടെ ഒന്ന് അതിൻ്റെ പുറത്തൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതാകുമ്പോഴത്തേക്കും നമ്മൾ മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ കുറച്ച് മണ്ണിട്ടു. ഇനി അടുത്ത് വീണ്ടും കുറച്ച് വളം കൂടി നമുക്ക് എടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി കേട്ടോ, നമുക്ക് വളം ഇത്രയും മതി. ഇനി നമുക്കൊന്ന് കറണ്ടിക്ക് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഗ്രോ ബാഗിലേക്ക് മണ്ണ് നിറയ്ക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താണ് നടാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൽ നടാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, മാക്സിമം ഗ്രോ ബാഗ് ഉപയോഗം കുറച്ചിട്ട് നമ്മൾ ചെടിച്ചട്ടിയിൽ നടാൻ ശ്രമിക്കണം. ഗ്രോ ബാഗിൽ നടുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 തവണ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കവർ ചീത്തയായി പോകും. ചെടിച്ചട്ടിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും ഒരു 4-5 വർഷം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം മണ്ണ് മാറ്റി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഗ്രോ ബാഗ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 3-4 കൃഷി കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ കവർ ചെത്ത് കീറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഗ്രോ ബാഗ് വാങ്ങിച്ച് വെച്ച സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്കും ഗ്രോ ബാഗിന് പകരം ചെടിച്ചട്ടികൾ വാങ്ങുക. പൈസ നോക്കണ്ട, നമുക്ക് ഒത്തിരി നാളത് യൂസ് ചെയ്യാൻ പറ്റും. ഒത്തിരി വിളവെടുക്കാനും ഒത്തിരി കൃഷി ചെയ്യാൻ നമുക്കതിൽ സാധിക്കും.
നമ്മുടെ ഈ ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന മണ്ണ് എങ്ങനെയാണ് റെഡിയാക്കുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സമയം കിട്ടുവാണെങ്കിൽ നമ്മുടെ വീഡിയോകളെല്ലാം ഒന്ന് കയറി കാണണം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.